നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്ന് ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നെന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ മാസം 14-ാം തീയതി. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഈ ഒരു സ്വർണ്ണവില കുതിച്ചതിനെ തുടർന്നുള്ള ടെൻഷനിലായിരുന്നു സ്വർണം വാങ്ങാൻ കാത്തിരുന്നവർ. എന്നാൽ അവരെ സംബന്ധിച്ച സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇന്നുണ്ടായ വിലക്കുറവ് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആശ്വാസം നൽകിയിരിക്കുകയാണ്. കൂടുതൽ പേർ ആഭരണം വാങ്ങാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജ്വല്ലറി വ്യാപാരികൾ. ഒരുപക്ഷെ നാളെയും വില കുറഞ്ഞേക്കുമെന്ന വ്യാപാരികൾ പറയുകയാണ്. സ്വർണത്തിന് മാത്രമല്ല വെള്ളിയുടെ വിലയിലും ഇന്ന് നല്ല ഇടിവാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം കയറിയ വില അപ്പടി ഇടിയുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വർണം പോലെ തന്നെ വെള്ളിയും 2015 മുഖ്യ ആകർഷകമാകുമെന്ന് വ്യാപാരികൾ പറയുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില എങ്ങനെയാണ് പവന്? പൊടുന്നനെ ഇത് വില ഇടിയാനുള്ള കാരണം എന്താണ് എന്നിവ വിശദമായി നോക്കാം. കേരളത്തിൽ 22 കാരറ്റ് പവൻ സ്വർണത്തിന് 57,840 രൂപയാണ് ഇന്നത്തെ വില. 58,000-ൽ നിന്ന് താഴേക്ക് സ്വർണ്ണവില എത്തി എന്നതാണ് ആശ്വാസകരമായ കാര്യം. ആഭരണം വാങ്ങാൻ കാത്തിരുന്നവർ അവസരം മുതലെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പവൻ സ്വർണത്തിന് 440 രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 7,230 രൂപയിൽ എത്തിയിട്ടുണ്ട്. 18 കാരറ്റ് സ്വർണത്തിന്റെ വിലയും കുറഞ്ഞിട്ടുണ്ട്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 45 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇന്ന് 5,970 രൂപയാണ് ഗ്രാം വില. വെള്ളിയുടെ വിലയിൽ ഗ്രാമിന് 3 രൂപ കുറഞ്ഞ് 98 രൂപയിൽ എത്തിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് $2,720 വരെ കയറിയ ശേഷം കഴിഞ്ഞ ദിവസം 2,690 ഇടിഞ്ഞിരുന്നു. ഇന്നും ഇതേ നിരക്കിലാണ് തുടരുന്നത്. അതാണ് കേരളത്തിലും വില കുറയാൻ കാരണമായിരിക്കുന്നത്. ആഗോള വിപണിയിൽ വൻതോതിൽ വിറ്റഴിക്കൽ നടന്നിട്ടുണ്ട്. ലാഭമെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിറ്റഴിക്കൽ നടക്കുന്നത്. അതാണ് സ്വർണ്ണ വിപണിയിൽ ട്വിസ്റ്റിനുള്ള കാരണം. വൻതോതിൽ കുതിച്ചിരുന്ന വില താഴേക്ക് വരികയായിരുന്നു. അമേരിക്കയിലെ പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിനും മുകളിലാണ്. അതും സ്വർണം വിറ്റഴിച്ച ലാഭമെടുക്കാൻ കാരണമായിട്ടുണ്ട്. മാത്രമല്ല ഡോളർ മൂല്യം അല്പം ഉയർന്നിട്ടുണ്ട്. 107.12 എന്ന നിരക്കിലാണ് സൂചിക. ഡോളർ മൂല്യം കൂടിയാൽ സ്വർണ്ണവില കുറയും എന്നതാണ് ചരിത്രം. മറ്റ് കറൻസികൾ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങൽ കുറയുന്നതാണ് കാരണമായിട്ടുള്ളത്. അതേസമയം രൂപയുടെ കാര്യം വളരെ കഷ്ടമായി തുടരുകയാണ്. രൂപ കൂടുതൽ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഡോളറിനെതിരെ 84.85 എന്ന നിരക്കിലാണ് രൂപയുള്ളത്. പ്രവാസികൾക്ക് ഇത് നേട്ടമാണ് ഒരു കണക്കിൽ. അതേസമയം 2025-ൽ വില കുത്തനെ കൂടും എന്നാണ് ഗോൾഡ്മാൻ സാച്ച് പോലുള്ള ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. പലിശ നിരക്ക് കുറയ്ക്കുന്നതും കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങാൻ സാധ്യതയുള്ളതുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അതേസമയം ചൈനയിൽ നിന്ന് വരും വർഷം കൂടുതൽ ആവശ്യക്കാർ എത്തുമെന്നും കരുതുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതും വിപണിക്ക് തിരിച്ചടിയാണ്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $73.51 ഇന്നത്തെ നിരക്ക്.